ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. പർവ്വതങ്ങൾ നാടും മുൻപേ പണ്ടു ഭൂമിയേക്കാനാദിയായി പാർക്കും നല്ലോ സദാ. 1000 വർഷം നിനക്ക് ആകും നിന്നലെ പോ. ആദിത്യോദയമുൻപിലെ അല്പയാമം പോലെ. കർത്താവായ യേശുക്രിസ്തു തന്നെ സത്യദൈവം എന്നതിനെ ആസ്പദമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ, കരകുളം. മഹോന്നതനാകുന്ന ദൈവത്തിന് മഹത്വവും ബഹുമാനവും സ്തുതിയും ഈ പ്രഭാതത്തിൽ ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ പ്രഭാതവന്ദനം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഴയ നിയമ പ്രത്യക്ഷതകൾ എന്ന വിഷയം ഈ പ്രഭാതത്തിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഭാഗത്തേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ആദ്യമായിട്ട് വായിക്കുന്നു. യോശുവ യെരിഹോവിന് സമീപത്ത് ഇരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി. ഒരാൾ കയ്യിൽ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവ അവന്റെ അടുക്കൽ ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. അതിനവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവനോട്, കർത്താവിന് അടിയങ്ങളോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു. യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി യോശുവയോട്, നിന്റെ കാലിൽ നിന്നും ചെരുപ്പ് അഴിച്ചു കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു. യോശുവ അങ്ങനെ ചെയ്തു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മറ്റൊരു പ്രത്യക്ഷതയാണ് ഇവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. യെരിഹോവിൽ ആയിരിക്കുന്ന യോശുവയ്ക്ക് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു പഴയ നിയമത്തിൽ വെളിപ്പെടുന്നതായിരിക്കുന്ന സന്ദർഭം. യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കുന്ന ഒരു പുരുഷൻ. അദ്ദേഹം പറയുകയാണ്, നീ നിൽക്കുന്നതായിരിക്കുന്ന ഭൂമി വിശുദ്ധ ഭൂമിയാണ്, അതുകൊണ്ട് നിന്റെ കാലിൽ നിന്നും ചെരുപ്പ് അഴിച്ചു കളക എന്ന് പറയുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തില് മോശയോട് മുൾപ്പടപ്പിൽ പ്രത്യക്ഷപ്പെട്ടവനാകുന്ന ദൈവത്തിന്റെ ദൂതൻ അല്ലെങ്കിൽ യഹോവയാകുന്ന ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ ഇവിടെ കൽപ്പിക്കുകയാണ്. സാധാരണയായി ദൈവത്തിന്റെ ദൂതന്മാർ മനുഷ്യരുടെ മുമ്പിൽ പ്രത്യക്ഷമാകുമ്പോൾ നിന്റെ കാലിൽ നിന്നും ചെരുപ്പ് അഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം അതിപരിശുദ്ധമാണ് എന്ന് പറയാറില്ല. എന്നാൽ ദൈവം എവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം പരിശുദ്ധമാക്കിയ ശേഷമാണ് ദൈവം പ്രത്യക്ഷമായിട്ടുള്ളത്. മാത്രമല്ല, ആ സ്ഥലം എപ്പോഴും പരിശുദ്ധമായിരിക്കണമെന്ന് ദൈവം കർശനമായിട്ട് കൽപ്പിക്കുന്നതായി കാണുവാൻ തക്കവണ്ണം കഴിയും. ഇവിടെ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കുന്ന ഒരു പുരുഷൻ, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു വാൾ വെച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നതാണോ? പ്രിയപ്പെട്ടവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കുക. കൊലോസ്യർ 1:13 പറയുന്നതിന് പ്രകാരം നമ്മുടെ കർത്താവ് സ്നേഹ സ്വരൂപനാണ്. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പഠിപ്പിക്കുന്നതിന് പ്രകാരം അവിടുന്ന് സൗമ്യതയും താഴ്മയും ഉള്ള സമ്പൂർണ്ണ മനുഷ്യനാണ്. അപ്പോൾ തന്നെ അവിടുന്ന് കോപമുണ്ടായ സമയത്ത്
ചമ്മട്ടി ഉണ്ടാക്കി എന്ന് നമ്മൾ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2:14 അവിടുന്ന് ചമ്മട്ടി തൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് കയറുകൊണ്ടുള്ള ചമ്മട്ടി ഉണ്ടാക്കി. എന്നാൽ ആ ചമ്മട്ടി ആരെയും കർത്താവ് ആരിലും പ്രയോഗിച്ചതായിട്ട് തിരുവെഴുത്ത് പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർത്താവ് താഴ്മയുള്ളവനാണ്, വിനയമുള്ളവനാണ്, സ്നേഹസ്വരൂപനാണ്, താഴ്മയുടെയും ത്യാഗത്തിൻ്റെയും മൂർത്തിയാണ് അവിടുന്ന് ഒരിക്കലും മനുഷ്യനോട് വാളെടുത്ത് വെട്ടാനായിട്ട് കൽപ്പിക്കുന്നതായിരിക്കുന്ന ഒരു ഗുരു അല്ല. മത്തായി സുവിശേഷം 26:52 കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചു, വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവനെല്ലാം വാളാൽ മരിക്കേണ്ടി വരും എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കെ കർത്താവിന് ഇവിടെ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുവാൻ തക്കവണ്ണം കഴിയുമോ എന്ന് ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ കർത്താവ് സ്നേഹസ്വരൂപനും മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി ലോകത്തിൽ ഇറങ്ങി വന്ന ലോകത്തിന്റെ രക്ഷിതാവായിരിക്കുന്ന ദൈവപുത്രനുമായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് രാജാവാണെന്നുള്ള കാര്യം മറക്കരുത്. അവിടുന്ന് യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായ പുരുഷനാണ് എന്നുള്ള കാര്യവും നമ്മൾ മറക്കരുത്. ഇവിടെ പ്രത്യക്ഷനാകുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പഴയ നിയമ പ്രത്യക്ഷതയാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം വ്യക്തമായിട്ട് ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, നമ്മുടെ കർത്താവ് ന്യായാധിപതിയായി ഈ ലോകത്തുള്ള എല്ലാവരെയും ന്യായം വിധിക്കാനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം പോവുകയാണ്. അന്ന് അവിടുന്ന് വാൾ പ്രയോഗിക്കും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തില് കർത്താവ് അവിടെ യോഹന്നാന്റെ മുമ്പില് തേജോമയനായിട്ട് പ്രത്യക്ഷനാകുകയാണ്. ആ സമയത്ത് കർത്താവിന്റെ വായിൽ നിന്നും ഇരുവാൾത്തിലെയുള്ള വാൾ പുറപ്പെടുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് 1:16 വാക്യം. മാത്രമല്ല, നമ്മുടെ കർത്താവ് വീണ്ടും ഈ ഭൂമിയിലേക്ക് മേഘാരൂഢനായി വരുവാൻ തക്കവണ്ണം പോകുന്ന കാഴ്ച വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ കാണുവാൻ തക്കവണ്ണം കഴിയും. ആ സമയത്ത് കർത്താവിന്റെ കയ്യിൽ മൂർച്ചയുള്ള അരിവാൾ കർത്താവ് പിടിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ യോശുവയുടെ മുൻപാകെ സൈന്യങ്ങളുടെ ദൈവത്തിന്റെ അധിപതിയായി വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നവനാകുന്ന വ്യക്തിത്വം നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തന്നെയാണ്. അവിടുന്ന് സൈന്യങ്ങളുടെ ദൈവമാകുന്ന കർത്താവാണ്. അവിടുന്ന് യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയാകുന്ന പുത്രനാണ്. അവിടുന്നാണ് സകലത്തെയും ഉളവാക്കിയവനാകുന്ന ദൈവത്തിന് സകലത്തെയും രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനുമുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് അവിടുന്ന് ഒരു കാലത്ത് ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും രക്ഷിക്കുവാൻ തക്കവണ്ണം മരിച്ചു. ഈ കാലത്ത് അവിടുന്ന് രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള സകലതിനെയും രക്ഷിക്കുന്നവനാകുന്ന ദൈവമായിട്ട് ശോഭിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ അവിടുന്ന് അരിവാളുമായിട്ട് വരും. മൂർച്ചയുള്ള ഇരുവാൽത്തലയുള്ള വാളുമായിട്ട് അവിടുന്ന് വരും. സകല ജാതികളെയും ശിക്ഷിക്കുവാൻ, സകല ജാതികളെയും ഭരിക്കുവാൻ, ഇരുമ്പ് കോൽ കൊണ്ട് അവരെ ഭരിക്കുവാൻ, കുശവന്റെ പാത്രം പോലെ അവരെ നുറുക്കുവാൻ നമ്മുടെ കർത്താവ് ജയവീരനായി വരുവാൻ പോകുകയാണ്. കർത്താവായ യേശു സാക്ഷാൽ രക്ഷകനായിട്ട് ഈ ഭൂമിയിൽ മഹാകഷ്ടം അനുഭവിച്ചു. എന്നാൽ അവിടുന്ന് ഭാവിയിൽ വരുവാൻ തക്കവണ്ണം പോകുന്നത് രാജാതിരാജാവായിട്ടാണ്, കർത്താവായിട്ടാണ്. രാജാതിരാജാവും കർത്താവും എന്നുള്ളതായിരിക്കുന്ന നാമം ധരിച്ച് സകല ജനതകളെയും ശിക്ഷിക്കുന്ന മഹാരാജാവായിട്ട് ലോകത്തിന്റെ ആധിപത്യം പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ നമ്മുടെ കർത്താവ് വരുവാൻ തക്കവണ്ണം പോവുകയാണ്. അതുകൊണ്ട് ഈ കർത്താവ് സമ്പൂർണ്ണ ദൈവമാണ്. യോശുവയുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടതായിരിക്കുന്ന മഹാദൈവമാണ്. അവിടുന്ന് ശിക്ഷിക്കുന്നവനാകുന്ന മഹാരാജാവാണ് എന്നുള്ളതായിരിക്കുന്ന ചിന്ത ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. ഈ ചിന്തയോടുകൂടി ഇന്ന് പകൽക്കാലം ദൈവമാകുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ജീവിക്കാം. നമ്മുടെ രാജാവായ, നമ്മുടെ കർത്താവായ, നമ്മുടെ സൈന്യാധിപനായ കർത്താവിൻ്റെ മുമ്പാകെ നമ്മുടെ ജീവിതം സമ്പൂർണമായിട്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കർത്താവിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന മനോഭാവങ്ങൾ, ശുശ്രൂഷകൾ, അവിടുത്തെ വ്യത്യസ്തമായിരിക്കുന്ന ദൗത്യങ്ങൾ, അവിടുത്തെ വ്യത്യസ്തമായിരിക്കുന്ന വരവുകൾ, ഇവ ശരിയായിട്ട് വിവേചിച്ച് മനസ്സിലാക്കി പഠിച്ചുകൊണ്ട്
ഈ ഭൂമിയിൽ വീണ്ടും പ്രവാസകാലം നമുക്ക് ഭയത്തോടെ കഴിക്കാം. ഈ പ്രഭാതത്തിൽ ദൈവമാകുന്ന കർത്താവ് എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും സഹോദരീ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും എല്ലാ നന്മകളും നൽകി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. തൃപ്പാദം